നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. ബേസിൽ ഓഫ് കോഴ്സ് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ ബേസിൽ സീരിയസും ഇതുപോലെ തന്നെ എല്ലാം രണ്ടും കോമഡിയും അടിപൊളിയായിട്ട് ഇമ്പാക്ട് ചെയ്തില്ല ഫിലിം. രണ്ടും ഉണ്ട്. 5 4.5. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പടം എല്ലാം മിക്സ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല നല്ല രസമുണ്ട്, നല്ല അഭിനയം. സജിൻ ഗോപും എല്ലാവരും പെർഫോമൻസും നല്ല എൻഗേജിങ് ആയിരുന്നു. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. എനിക്ക് ബേസിൽ ജോസഫിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. പുള്ളിയെ ഭയങ്കര ഒരു ആക്ടിങ് ഭയങ്കരമായിട്ട് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. കോമഡി അല്ല കോമഡി അല്ല, സീരിയസ് ആണ്. സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് നല്ല ഗംഭീര അഭിനയമാണ്, നല്ല നല്ല കാര്യങ്ങളാണ്, ഉഷാറാണ്. എന്താ? അതെ സോഷ്യൽ മീഡിയകളുടെ പടം പക്കയായിട്ട് എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടം. നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തേക്കുന്നത്. ബേസിൽ ജോസഫ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ബേസിൽ ജോസഫിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. ചിത്രം നല്ലൊരു കുടുംബ ചിത്രം. പൊന്മാൻ ശരിക്കും പറഞ്ഞ ഒരു പൊന്മാൻ തന്നെയാണ്. നമ്മുടെ ബേസിൽ ജോസഫിന്റെ മികച്ച കഥാപാത്രം, സജിൻ ഗോപു, ലിജോമോളും അതുപോലെ ദീപക്കും ആനന്ദും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലിക്ക് പറ്റിയ നല്ലൊരു കുടുംബ ചിത്രം തന്നെയായിരുന്നു പൊന്മാൻ. ഒരു രക്ഷയില്ലട്ടോ മോനെ, പൊന്മാൻ തന്നെയാണ് ബേസിൽ ജോസഫ്. ഒരു പൊന്മാനെ എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. നമ്മള് ഫസ്റ്റ് ടൈം ഇങ്ങനെ കണ്ടപ്പോ സെക്കൻഡ് ഹാഫ് ഇത്ര അടിപൊളിയാവും വിചാരിച്ചില്ല. പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഫാമിലിക്കൊക്കെ മസ്റ്റ് വാച്ചിങ് ആണ്. പിന്നെ അതല്ല നമ്മുടെ സജീവ് അവനിങ്ങനത്തെ റോള് കൊടുത്ത ആ ഡയറക്ടർക്ക് തന്നെ കൊടുക്കുന്ന ഒരു സെല്യൂട്ട്. പിന്നെ ബേസിലിന്റെ കാര്യം പറയണ്ടല്ലോ, ഓരോ നിമിഷം കൂടുന്നവരും സ്വർണത്തിന് വില കൂടുന്ന മാതിരിയാണ് മൂപ്പരുടെ ഇതും കയറി വരികയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും മസ്റ്റ് വാച്ചേ. 5-ല് 4.5 കൊടുക്കാം. നല്ല സിനിമയാണ്. പടം എടുത്തു പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൊല്ലം ബേസ്ഡ് ആണ് അതിന്റെ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പൊ അത് അവിടുത്തെ ആയിട്ടുള്ള ഒരു ലൈഫും അവിടുത്തെ സ്ലാങ്ങും അവരുടെ ആയിട്ടുള്ള എല്ലാ ഒരു ലൈഫ് റിലേറ്റഡ് കാര്യങ്ങളും പടത്തിൽ എടുത്തു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയണത് സജിൻ ഗോപും ഈ ബേസിലുമായിട്ടുള്ള എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. സജിൻ ഗോപു എന്നാ പറയാ, ഒരു കലാഭവനി ടച്ചൊക്കെ ചില സീക്വൻസിലൊക്കെ തരാൻ പറ്റുന്നുണ്ട്. ക്ലോസ് അപ്പ് ഷോട്ടിലൊക്കെ ഉള്ള സജിൻ ഗോപുവിനുള്ള പെർഫോമൻസ് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്നു. അതായത് ക്ലൈമാക്സിലോട്ടൊക്കെ വരുന്ന സമയത്തും ഒരു തിരിഞ്ഞുള്ള നോട്ടം, അതുള്ള ബേസിൽ കണ്ടുപിടിക്കണം. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിലിന്റെ ആ സ്റ്റോറി സെലക്ഷൻസ് ഇതുവരെ ലാസ്റ്റ് വന്നേക്കുന്ന പടങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മമ്മൂട്ടി പടങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു അതുപോലെ, അല്ലെങ്കിൽ ഞാൻ അത് കമ്പയർ ചെയ്യുന്നതല്ല, സ്റ്റോറി സെലക്ഷനിൽ ബേസിലിന് കൈയടി കൊടുക്കണം. ഇവർ തമ്മിലുള്ള കോംബോ സീൻസ്, ഈഗോ ക്ലാഷ് ഒക്കെ നല്ല രീതിയിൽ പടത്തിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. അത് തിയേറ്ററിൽ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഒരു കൈയടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എക്സ്പെഷ്യലി നല്ല തീ ആയിട്ട് പോയിട്ടുണ്ട്. ബേസിലിന്റെ ഒരു റൂമിൽ നിന്നുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. വൗ എന്ന് തന്നെ പറയാൻ പറ്റും. ബേസിലിന്റെ അടിപൊളി ഒരു പെർഫോമൻസ്. ഒരു റൂമിൽ നിന്നുള്ള ഒരു ഷോട്ട് വരുന്നത്, സീക്വൻസ് വരുന്നു. ടോട്ടലി പറയുകയാണെങ്കിൽ ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്. നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും. പിന്നെ വിട്ടുപോയത് ജസ്റ്റിൻ വർഗീസ് മ്യൂസിക്. ജസ്റ്റിൻ വർഗീസ് അസാധ്യ മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു രക്ഷയില്ല. സോ സൂപ്പർ മൂവി.